അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നൂർ ഫാത്തിമ അറബിയമ്മയുടെ വീട്ടിൽ നിന്ന് നാദിറക്ക് മെസ്സേജ് അയക്കുന്നു. ഹലോ നാദിറ, അസ്സലാമു അലൈക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നാദിറ പിന്നെയാണ് ഫോൺ എടുത്ത് നോക്കിയത്. അവൾ വാട്സപ്പിൽ വന്ന ആ ഒരു മെസ്സേജ് കണ്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ട് പുളകിതയായി. പഠിച്ചോനെ, ആരത്? നൂർ ഫാത്തിമയോ? ഹോ, ഒരുപാടായി ഇപ്പോൾ വിളിച്ചിട്ടും കോണ്ടാക്റ്റും ഒന്നുമില്ല. അവൾക്കും തിരക്കായിരിക്കും, എനിക്കും തിരക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാഫി ഉസ്താദിൻ്റെ കൂടെ ആകുമ്പോഴേ ഞാൻ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാനും വല്ലാതെ വിളിക്കാറുമില്ല. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എടി പെണ്ണെ നൂർ ഫാത്തിമ, എവിടെ എടി നീയെ? സത്യം പറഞ്ഞാൽ നിന്നെ കാണാൻ കൊതിയായിട്ടോ. ഒരു നിമിഷം നാദിറ ഓർത്തു, പഠിച്ച റബ്ബേ, റീനയായി കയറി വന്നതായിരുന്നു സൗദി അറേബ്യയിലേക്ക്. പക്ഷെ തിരിച്ചു പോയത് നൂർ ഫാത്തിമ ആയിക്കൊണ്ട്. മാഷാ അല്ലാ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അതിനനുസരിച്ച് നല്ലൊരു സ്വന്തം മണവാളിനെയും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു അറബിക് ലുക്ക് തന്നെ. നൂർ ഫാത്തിമയെക്കുറിച്ച് ഓരോന്ന് ചിന്തിക്കുകയാണ് നാദിറ. അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. അതെ, ഞാനന്ന് എൻ്റെ വീട്ടിലേക്ക്, അതായത് എൻ്റെ റൂമിലേക്ക് അവളെ ഞാൻ സ്വീകരിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവൾ നല്ല രീതിയിലാക്കിയെടുത്തു. സത്യം പറഞ്ഞാൽ ഇവിടെ ആയാലും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ ചിട്ടയും ഒന്നുമില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ നിസ്കരിക്കും, പിന്നെ ഖുർആനൊന്നും തൊടാറേ ഇല്ലായിരുന്നു. അതിനൊക്കെ എവിടെ ടൈം എന്ന് കരുതിയിട്ട് ആ ഭാഗമൊന്നും ചിന്തിക്കൂല. നിസ്കാരം തന്നെ വല്ലപ്പോഴും. പിന്നെ സൗദി അറേബ്യയിലെ അവിടെയുള്ള നഴ്സല്ലേ, അപ്പോൾ പിന്നെ മഫ്ത ധരിക്കാതെ പോകൽ അവിടെ പറ്റൂല. അല്ലെങ്കിൽ മുടിയൊക്കെ അഴിച്ചിട്ട് പോകാനായിരുന്നു ഇഷ്ടം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജീവിതശൈലിയിൽ നിന്ന് ഏറെ മാറ്റം വരുത്തിയത് നൂർ ഫാത്തിമയാണ്. അതെ, അവൾ പുതിയ ഒരു ഇസ്ലാമി ആയിട്ട് പോലും അവൾക്ക് എന്നെക്കാളും ഒരുപാട് അറിവുകളാണ് അവൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുത്തിട്ടുള്ളത്. എൻ്റെ അടുക്കൽ കാണുന്ന ചെറിയ രീതിയിലുള്ള തെറ്റുകളെല്ലാം അവൾ തിരുത്തി തരുമായിരുന്നു. പാവം, എനിക്കൊരുപാട് അറിവുകൾ അവൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഒരു ക്രിസ്ത്യാനി പെണ്ണായ ആ പെണ്ണ് സൗദി അറേബ്യയിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. എങ്കിലോ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും അവൾക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ച പോലെ. ഇതിനൊക്കെ എവിടെ ടൈം? നമ്മളൊക്കെ എത്രയോ മദ്രസയിലൊക്കെ പഠിക്കും, എത്രയൊക്കെ തന്നെ പഠിച്ചാലും അതൊന്നും മണ്ടയിൽ കയറാത്ത പോലെയാണ്. പക്ഷേ ഇവള് ഒരു മാസം കൊണ്ടൊക്കെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പഠിച്ചോനെ എന്തായാലും ഹൈറാക്കി കൊടുക്കട്ടെ. അവൾക്ക് നല്ല ജീവിതം തന്നെ അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോഴതാ തിരിച്ച് ഒരു മെസ്സേജ് വരുന്നു. നാദിറ, ഡ്യൂട്ടി കഴിഞ്ഞോ? നൂർ ഫാത്തിമ, കഴിഞ്ഞടി. കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ എടുത്ത് നോക്കിയത്. അപ്പോൾ ഫസ്റ്റിനെ കണ്ടത് നിൻ്റെ മെസ്സേജാണ്. സത്യം പറഞ്ഞാൽ നിൻ്റെ ആ സൗണ്ട് കേട്ടപ്പോഴന്നെ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചുട്ടോ. നാദിറ, എടി, എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ടുണ്ട്. പിന്നെ ഈ അറേബ്യയിലൊക്കെ എത്താൻ കാരണക്കാരി അത് നീ തന്നെയല്ലേ? നീ ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നതും അവിടെ വർക്ക് ചെയ്തതും അവനാൻ്റെ ഇഷ്ടങ്ങളെല്ലാം നേടിയെടുത്തതും ഒക്കെ അതുകൊണ്ടല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ലടി. ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഞാൻ നിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തു തന്നു. നീ പറഞ്ഞു, എടി എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നീ എൻ്റെ കൂടെ തട്ടമിട്ട് വെറുതെ നടന്നത് ഓർമ്മയുണ്ടോ? ഉണ്ടടി. ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇസ്ലാമിനോടുള്ള ഒരു മുഹബത്ത് എന്താ അറിയില്ല, അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നിട്ടേ സത്യം പറഞ്ഞാൽ പിന്നീട് എനിക്ക് അത് ഒഴിവാക്കാൻ പോലും കഴിഞ്ഞില്ല. എപ്പോഴും മുസ്ലിം ആവണം, ഇസ്ലാം സ്വീകരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എനിക്ക്. പിന്നീട് അങ്ങോട്ട് ഞാൻ നിന്നെയും കൂട്ടി ആ അറബിയുടെ അടുക്കലേക്ക് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ആടി, ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട് അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചത്. എൻ്റെ നാദിറ, അതിനെല്ലാം നീ എൻ്റെ കൂടെ കൂട്ട് നിന്നല്ലോ. ഞാൻ നിന്നോട് എത്ര നന്ദി പറയണം എന്നെനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ തോന്നുകയാണ്. നൂർ ഫാത്തിമ, ഇൻഷാ അല്ലാ ഞാൻ വരും അടുത്ത മാസം. എന്തായാലും ഈ ഒരു മാസ്റ്റർ ഡ്യൂട്ടിയും കൂടി അങ്ങോട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് കാണാം കേട്ടോ.
പറ്റില്ല നാദ്ര, എനിക്കിപ്പോൾ തന്നെ നിന്നെ കാണണം, കാണാൻ കൊതി തോന്നാണ്. എന്താ പെണ്ണ് നീ പറയുന്നത്? 5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള ദൂരം, അതൊക്കെ കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നീ അവിടെ നിന്ന് കാണണം കാണണം എന്ന് പറഞ്ഞാൽ എങ്ങനെയടി അതൊക്കെ നടക്കും? നീ നാളെ മദീനയിലേക്കൊന്ന് വരുമോ? അത് കേട്ട് നാദിറ ശരിക്കും അന്തം വിട്ടുപോയി. എന്താടി, അറബിയമ്മയുടെ വീട്ടിലേക്കാണോ? നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നില്ലേ അവർ വീട്ടിലേക്കാണോ നീ പറഞ്ഞത്? അതെ. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയടി അവിടെ ഒറ്റയ്ക്ക്? ഞാനല്ലെങ്കിൽ എന്താ പെണ്ണെ, അറബിയമ്മല്ലേ? ശരിയാണ്, അറബിയമ്മ എന്ന് വെച്ചാൽ ഒരു വലിയൊരു പുസ്തകം പോലെയാണ് അല്ലേ? അവരുടെ മനസ്സിലൊക്കെ അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ ആ സ്വഭാവ രീതിയും ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വലിയൊരു പണ്ഡിതയെ പോലെയാണ് നമുക്ക് തോന്നുന്നല്ലേ. അവർക്കറിയാത്ത കഥകളില്ല, അവർക്കറിയാത്ത ചരിത്രങ്ങളില്ല, എല്ലാം അവർക്കറിയാം, എല്ലാത്തിനെ കുറിച്ചും അറിയാം. എടേ, നിനക്കൊന്ന് വന്നൂടെ അറബിയമ്മയെ കാണാനൊക്കെ? അതിനെന്താ? നൂർ ഫാത്തിമ അറബിയമ്മയുടെ വീട്ടിലുള്ള കാര്യം ഒരിക്കലും നൂർ ഫാത്തിമ ഫ്ലാഷ് ചെയ്തില്ല. അവളെ സർപ്രൈസ് ആക്കണം എന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ, ഞാൻ വിചാരിച്ചിരുന്നടി അറബിയമ്മയുടെ വീട്ടിലേക്കൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ലീവ് 2 ദിവസം എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. അങ്ങനെയൊന്ന് പോകണം. ദിവസത്തിൽ ഡ്യൂട്ടി ആയിട്ട് നിന്നാലേ വെറും നമ്മൾ ക്യാഷ് മാത്രം വിചാരിച്ചാൽ പോരല്ലോ. പക്ഷേ നമുക്ക് നിശ്ചിത ലീവ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കും പിന്നെ ഇപ്പം എന്തിനാ വെറുതെ റൂമിലിരിക്കണ വിചാരിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അതിന് എക്സ്ട്രാ പോലെ ക്യാഷ് തരും. അങ്ങനെയുണ്ട്. ആഹാ, നീ നല്ലോണം പൈസ ഉണ്ടാക്കാനൊക്കെ പഠിച്ചില്ലേ എടി? പിന്നെന്താ, ഇവിടെ നമ്മൾ വെറുതെ അല്ലല്ലോ വരുന്നത്. പ്രവാസികളായിട്ട് നമ്മൾ വരുന്നതിന് എന്തിനാ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രം. പക്ഷെ നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? നിനക്ക് ഒരു പുന്നാര ഉമ്മയെ കിട്ടിയില്ലേ അറബ് നാട്ടിൽ നിന്ന്? എന്തൊരു ഭാഗ്യമാണ് നൂർ ഫാത്തിമ നിനക്ക്. ഇസ്ലാമിലേക്ക് വന്നിട്ട് ഒരുപാട് ഭാഗ്യങ്ങളാണല്ലേ നിനക്ക് പഠിച്ചവൻ തന്നത്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ലടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷകരമായി ഞാൻ കാണുന്നത് എന്താ, നിൻ്റെ നാഫിക്കയല്ലേ? അതെ, അതെൻ്റെ ജീവനാണ്. അദ്ദേഹം ഇല്ലാതെ എന്ത് ജീവിതമാടി? എങ്കിലും ഇടയ്ക്കൊരു സർപ്രൈസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിലേറെ സന്തോഷമല്ലേ? എന്താ അപ്പോൾ അതിന് മാത്രം സർപ്രൈസൊക്കെ? അല്ല, ഞാൻ പറയാം. എടി പെണ്ണെ, നീ പറ്റുമെങ്കിൽ മദീനയിലെ അറബിയമ്മയുടെ വീട്ടിലേക്ക് നാളെ എത്താൻ പറ്റുമോ നോക്കിട്ടോ. അറബിയമ്മക്ക് നിന്നെ കാണാൻ കൊതിയായിട്ടുണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാ, ഞാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പിറ്റേന്ന് രാവിലെ നാദിറ റൂമിൽ നിന്നിറങ്ങി. അതെ, നേരെ അറബിയമ്മയുടെ വീട്ടിലേക്ക് ടാക്സി പിടിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. അവൾക്ക് വഴിയൊന്നും തെറ്റിയതുമില്ല. പിന്നെ അറബിയമ്മയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വഴി തെറ്റുകയുമില്ല. എല്ലാവർക്കും നല്ല പരിചയമാണ് ആ ഒരു സ്ത്രീയെ. അത് കാരണം മറ്റൊന്നുമല്ല, അവരുടെ ആ സഹായ ഹസ്തം. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, എല്ലാവരെയും സഹായിക്കണം. ആരെങ്കിലും ഭക്ഷണത്തിനോ താമസത്തിനോ ക്യാഷിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ അറബിയമ്മ കടന്നു ചെല്ലും. അവർ ഒന്നും നോക്കില്ല. അതെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിചിതയാണ് ആ അറബിയമ്മ. മദീനയിലെത്തിയാൽ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള റൂം, കാര്യങ്ങൾ, ഫുഡ് എല്ലാം കൊടുക്കുന്നത് അറബിയമ്മ തന്നെയാണ്. നാദിറ അതാ അറബിയമ്മയുടെ വീടിനടുത്തേക്ക് വരുന്നു. വണ്ടി ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്തു. അയാൾക്കുള്ള കൂലി കൊടുത്ത് നാദിറ അതാ പറഞ്ഞേക്കുന്നു. കോളിംഗ് ബെൽ അമർത്തി അതാ നാദിറ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ആരാണാവോ ഈ സമയത്ത്? ഉമ്മ അതാ പെട്ടെന്ന് വാതിൽ തുറക്കുവാൻ വേണ്ടി വരുന്നതിന് മുമ്പായിട്ട് ക്യാമറയിലേക്ക് നോക്കി. ആഹാ, എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു മുഖം പോലെ. നൂർമോളെ, നൂർ ഫാത്തിമ, അത് നോക്ക് ആരാന്നുള്ളത്. നൂർ ഫാത്തിമ ആ ക്യാമറയിലെ സ്ക്രീനിലേക്ക് നോക്കി. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. പഠിച്ചവനെ, ഇത്ര പെട്ടെന്ന് ഈ പെണ്ണെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറബിയമ്മയെ കാണാനെന്ന രീതിയിൽ അവൾ വന്നതാണ്. നൂർ ഫാത്തിമയും ഉസ്താദും അവിടെയുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടേ ഇല്ല. ഉമ്മ പറഞ്ഞു, നൂർമോളെ, നീ വാതിൽ തുറന്നു കൊടുക്കൂലേ?
നൂർ ഫാത്തിമ അതാ വാതിൽ തുറക്കുന്നു. നാദിറ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. പടച്ചോനെ, ആരേ ഇത്, അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ നൂർ ഫാത്തിമയെ നാദിറ കെട്ടിപ്പിടിക്കുന്നു. എടി പെണ്ണെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പിന്നെ ഞാൻ മറന്നുട്ടോ, കുഞ്ഞുവാവ് ഉണ്ടായിരുന്നില്ലേ വയറ്റിൽ? അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനത് കുറച്ച് മറന്നു പോയിരുന്നു. മാഷാ അല്ലാ, പഠിച്ചോനെ, ഈ ഒരു രീതിയിൽ നിന്നെ കാണാൻ പറ്റിയല്ലോ, വല്ലാത്തൊരു സന്തോഷം എനിക്ക്. നൂർ ഫാത്തിമയും നാദിറയും കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. അവർക്ക് അവരുടെ ആ സൗഹൃദം അത് വീണ്ടും കിട്ടിയ പോലെയാണ് തോന്നുന്നത്. എടി നൂർ ഫാത്തിമ, നാദിറ അവളുടെ മുഖം കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നൂർ ഫാത്തിമ, നീ എന്നോട് എന്താ പറയാതിരുന്നത്? നീ വരുന്നത്, നീ എന്നാ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി, ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ, പക്ഷേ നിന്നെ ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. നൂർ ഫാത്തിമ, സത്യം പറഞ്ഞാൽ എടി, നിൻ്റെ മുഖം ആദ്യത്തിനേക്കാളും ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ടല്ലോ. മാഷാ അല്ലാ. എനിക്ക് തോന്നുന്നു നിൻ്റെ വയറ്റിലുള്ളത് മോനാണെന്ന്. അതെന്താടി? മോനായാലും മോളായാലും ഒക്കെ പഠിച്ചോൻ തരുന്നതല്ലേ. അതല്ലേ ചിലർ ആളുകൾ പറയും, ഉമ്മയുടെ വയറ്റിൽ ആൺകുട്ടിയാണെങ്കിൽ ഉമ്മ നല്ലോണം ഗ്ലാമർ കൂടുന്നു. കണ്ടില്ലേ, നിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വെട്ടിത്തിളങ്ങുന്നു. സത്യം പറയടി, നീ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഫേഷ്യലോ കാര്യങ്ങളോ ക്രീമോ എന്തെങ്കിലും? അതുപോലെ ഉണ്ടല്ലോ ആ തിളക്കം കണ്ടിട്ട്. ആദ്യം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പൊന്നും നിനക്ക് ഇത്രയൊരു ഗ്ലാമർ ഇല്ലായിരുന്നു. സത്യം പറയടി, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നിൻ്റെ മുഖം വല്ലാതെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. എന്താ കാര്യം? എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അത് ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ മറന്നുപോയടി. എടി നൂർ ഫാത്തിമ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താ? എനിക്ക് സത്യമായിട്ടും നീ പറഞ്ഞു തരുമോ? പറഞ്ഞു തരാമല്ലോ, ഇൻഷാ അല്ലാ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നമ്മൾ ചെയ്താലേ ആർക്കും സൗന്ദര്യം കൂടെ. എനിക്ക് എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ഒന്നും ഇല്ല കേട്ടോ, ഞാനൊന്നൊരു സൗന്ദര്യമേ അല്ല. പക്ഷേ ചില പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ല മുഖത്തുള്ള മുഖക്കുരു ആയാലും, അതുപോലെ തന്നെ ഡാർക്ക് സ്കിന്ന്, കണ്ണിന് താഴെ വരുന്ന ആ ഒരു ബ്ലാക്ക് ഹെഡ്സ്, അത് അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ഇല്ലാതാവാനൊക്കെ പറ്റിയ ഒരുപാട് നമ്മൾ ഫേഷ്യലും ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിന് നമ്മളെ ഖുർആനിൽ തന്നെ മരുന്നുണ്ടല്ലോ. അത് ദിവസം സുബഹിൻ്റെ ശേഷം ഒന്ന് ഓതിയിട്ട് മുഖത്ത് തടവിയാൽ എത്ര ഇരുണ്ടവരും മുഖത്ത് ഡാർക്ക്നെസ് ഉള്ളവരും ഒക്കെ ഈ ഒരു ടിപ്സ് കൊണ്ട് എല്ലാവരും പ്രസന്നമാകും, വളരെയധികം സന്തോഷകരമാകും. എടി നൂർ ഫാത്തിമ, അതൊന്ന് പറഞ്ഞു താടി. ഞാൻ പറഞ്ഞു തരാലോ. അപ്പോഴേക്കും അതാ ഉസ്താദ് നൂർ ഫാത്തിമയെ വിളിക്കുന്നു. നൂർ മോളെ. നാദിർ അത് കേട്ടുകൊണ്ട് പറഞ്ഞു, പെണ്ണെ അതാ വിളിക്കുന്നു, നിൻ്റെ ഹസ്ബൻഡ്, പോയി നോക്ക്. അപ്പോഴേക്കും അറബിയമ്മയും നാദിറയുടെ അടുക്കലെത്തി സലാം പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ചു. നാദിറ മോളെ, ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്, എന്തൊക്കെയാ സുഖം അല്ലേ? ജസ്റ്റ് ഒന്ന് മെലിഞ്ഞു പോയോ? അത് അറബിയമ്മ, സ്വന്തം ശരീരം നോക്കാൻ സമയമല്ലല്ലോ, ഡ്യൂട്ടിക്ക് വേണ്ടി പോകും. ലീവുള്ള സമയത്തും ഞാൻ ഡ്യൂട്ടിക്ക് കയറും. ആഹാ, മിടുക്കിയായല്ലോ. നാദിറ മോളെ, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ? സുഖമല്ലേ? അല്ല, നാട്ടിലൊന്നും പോകുന്നില്ലേ? ഇവിടെ തന്നെ ഇങ്ങനെ സെറ്റിൽഡായി നിന്നാൽ മതിയോ? അറബിയമ്മ, ഇൻഷാ അല്ലാ പോവണം. ഒരിക്കലും നൂർ ഫാത്തിമ ഇവിടെ ഉള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല, സത്യമായിട്ടും. ഉസ്താദിനോട് അതാ നൂർ ഫാത്തിമ നാദിറയെക്കുറിച്ച് പറയുന്നു. നാഫിക്ക, നിങ്ങൾക്ക് നാദിറയെ അറിയുമോ? എന്താടി നീ പറയുന്നത്? പിന്നെ അറിയാതെ. ആ അതെ, അവൾ അറബിയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആണോ? മാഷാ അല്ലാ. എന്നിട്ട് 2 ഫ്രണ്ട്സുകളും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. അത്രക്കും വലിയ ഫ്രണ്ട്സായിരുന്നല്ലോ. എന്തായാലും കിട്ടിയല്ലോ ഇവിടെ എത്തിയപ്പോൾ. അല്ലെങ്കിലും ഈ നാടെന്ന് പറഞ്ഞാൽ നാഫിക്ക സന്തോഷങ്ങളുടെ നാടാണല്ലേ. നമ്മൾക്ക് വിചാരിച്ചതെല്ലാം നമുക്ക് പഠിച്ചോൻ തരും അല്ലേ? അങ്ങനെയൊക്കെ. അതെൻ്റെ പെണ്ണെ മദീനയാണ്, അത് മറക്കണ്ട. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിരുന്ന സ്ഥലമാണ്, അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നാദിറയും നൂർ ഫാത്തിമയും സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്.
അതിനിടക്ക് അവരുടെ ആ സംസാരത്തിനിടയിൽ മനാഫ് എന്ന വ്യക്തിയും കടന്നു വന്നു. നാദിറയാണ് ആ ഒരു വിഷയം അവിടെ കൊണ്ടുവന്നിട്ടത്. എടി, എന്നാലും രക്ഷപ്പെട്ടല്ലോ അല്ലേ? ഇയാളുടെ ഷെറിൽ നിന്ന് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയില്ലേ? ഓ, പേടിച്ച് പോയിരുന്നു. സത്യമായിട്ടും ഞാൻ കയറിയ ആ ഫ്ലൈറ്റിൽ എൻ്റെ ബാക്കിലുള്ള സീറ്റിൽ ഒരു നിമിഷം ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എന്താലേ, എന്നെ ഫോളോ ചെയ്യായിരുന്നു നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. നിൻ്റെ നമ്പർ കിട്ടാനോ നിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യായിരുന്നു. ഇപ്പോഴും ആരൊക്കെ ഫോളോ ഉണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയണം. എനിക്കും നാദിർക്കും ഉള്ള അറിയുന്ന കുറച്ച് രഹസ്യങ്ങൾ കൂടിയുണ്ട്. അതെല്ലാം ഒഴിവാക്കണം. അതെല്ലാം തുറന്നു പറഞ്ഞ് മനസ്സ് ക്ലിയറാക്കണം. അതിന് ഏറ്റവും ഉത്തമയായ വനിത അത് അറബിയമ്മ തന്നെയാണ്. അങ്ങനെ അതാ നൂർ ഫാത്തിമയും നാദിറയും അറബിയമ്മയോട് മനാഫിൻ്റെ കഥയെല്ലാം പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.